മാംഗല്യം ഭാഗം 13. അത് കേട്ടതും ഷിലു ഞെട്ടി. സൂര്യേട്ടൻ്റെ കസ്റ്റഡിയിലോ? എന്തിന്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തെളിച്ചു പറയ് സൂര്യേട്ടാ. പറയാം. അതിനു മുൻപ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. നിനക്ക് അമ്മാവൻ അന്ന് എന്നോടെന്താ പറഞ്ഞതെന്നറിയണ്ടേ? എന്നോട് പറയാവുന്ന കാര്യമാണെങ്കിൽ സൂര്യേട്ടൻ പറയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ചോദിക്കാതിരുന്നത്. നീ അറിയേണ്ട കാര്യം തന്നെയാണ്. ഞാൻ ഈ ആക്സിഡൻറ്റ് സംഭവിക്കുന്ന ദിവസത്തിന് കുറച്ച് ദിവസം മുന്നേ ആരവിനെ വിളിച്ചിരുന്നു. എന്തിനാ? നമ്മുടെ കാര്യം പറഞ്ഞ് അവനെ ഈ കല്യാണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് വിളിച്ചത്. പക്ഷേ അവനോട് ഞാൻ നിന്റെ പേരൊന്നും പറഞ്ഞില്ല. പോലീസാണെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അവനോട് വൈകുന്നേരം ജൂക്ക് കഫേയിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അവൻ അന്നത്തെ കാര്യങ്ങൾ ഓർത്തു. വൈകുന്നേരം സൂര്യൻ എത്തിയപ്പോൾ ആരവ് കഫേയിൽ എത്തിയിട്ടുണ്ട്. സൂര്യൻ ആരവിൻ്റെ അടുത്തേക്ക് നടന്നു. ആരവല്ലേ? അവൻ്റെ ചോദ്യം കേട്ടതും ആരവ് എഴുന്നേറ്റിരുന്നു. അതെ സാർ. സൂര്യശങ്കർ IPS അല്ലേ? യെസ്. എന്നെ അറിയുമോ? ഞാൻ ന്യൂസ് ചാനലിലൊക്കെ കണ്ടിട്ടുണ്ട്. റേപ്പ് കേസിലെ പ്രതികളെ പിടിച്ചപ്പോൾ. ഓ, താങ്ക് യു. സാർ ഇരിക്കൂ. ഇരുവരും കസേരയിലേക്കിരുന്നു. സാർ എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്? താൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്? നേവൽ ബേസിലാണ്, കമാൻഡറായിട്ട്. ഇപ്പോൾ ലീവിലാണ്. കാരണം? എൻ്റെ എൻഗേജ്മെൻ്റാണ്. അത് പറയുമ്പോൾ അവൻ്റെ മുഖത്തെ തെളിച്ച കുറവ് സൂര്യൻ ശ്രദ്ധിച്ചു. ശലഭ വിശ്വനാഥനായിട്ടാണോ തൻ്റെ എൻഗേജ്മെൻറ്റ്? അതെ. സാറിനറിയോ ആ കുട്ടിയെ? എനിക്കറിയാം. എനിക്ക് വളരെ വേണ്ടപ്പെട്ടൊരു കുട്ടിയാണ്. സാറിൻ്റെ റിലേഷനിലുള്ള കുട്ടിയാണോ? അതെ. എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മകളാണ്. ഓ, തൻ്റെ അച്ഛൻ അമ്മാവനുമായിട്ട് പണ്ട് ബിസിനസ് പാർട്ട്ണർ ആയിരുന്നു അല്ലേ? ആയിരുന്നു എന്നാണ് പറയുന്നത്. എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. അച്ഛന് എന്ത് ബിസിനസ്സാണ്? ഇപ്പോൾ എക്സ്പോർട്ടിംഗ് ആണ് മെയിൻ. അതിലൊന്നും ഞാൻ ഇടപെടാറില്ല. വീട്ടിലെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവൻ്റെ ഒഴിഞ്ഞുമാറ്റം സൂര്യൻ ശ്രദ്ധിച്ചു. താൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് താല്പര്യത്തോടെയാണോ? സാറിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വളച്ചു കെട്ടാതെ കാര്യം പറയാം. ശലഭ വിശ്വനാഥൻ ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രണയമാണ്. ഈ വിവാഹം അവളുടെ സമ്മതം കൂടാതെ ഉറപ്പിച്ചതാണ്. അത് കേട്ടതും അവനിൽ പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ല. ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണം എന്ന് പറയാനാണ് ഞാൻ വന്നത്. പിന്നെ ഈ വിവാഹം എന്തായാലും നടക്കില്ല. സമാധാനപരമായി കാര്യങ്ങൾ നീക്കാനാണ് എനിക്കിഷ്ടം. ഇല്ലെങ്കിൽ വേണ്ടതുപോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഈ വിവാഹം നടക്കാതെ ഇരുന്നെങ്കിലെന്ന് സാറിനേക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവൻ്റെ ആ വെളിപ്പെടുത്തൽ സൂര്യനിൽ ആശ്ചര്യം നിറച്ചു. അവൻ ആരവിനെ സംശയത്തോടെ നോക്കി. സംശയിക്കേണ്ട. ഈ വിവാഹം എൻ്റെ അച്ഛനും വിശ്വനങ്ങളും കൂടെ എടുത്ത തീരുമാനമാണ്. എൻ്റെ സമ്മതം ചോദിച്ചിട്ടില്ല. ശലഭയുടെ പെരുമാറ്റത്തിൽ നിന്നും അവൾക്കും ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്നെനിക്ക് മനസ്സിലായി. പിന്നെന്തിനാണ് ഇപ്പോൾ നിശ്ചയം നടത്താൻ സമ്മതം കൊടുത്തത്? എൻ്റെ കാര്യങ്ങളൊന്നും സാറിന് അറിയില്ല. എൻ്റെ വാക്കിന് എൻ്റെ വീട്ടിൽ പട്ടിയുടെ വില പോലും തരില്ല. അത് കേട്ടതും സൂര്യൻ അവനെ പുരികം ചുളിച്ചു നോക്കി. സാറിന് ഒരുപാട് സംശയങ്ങളുണ്ടാകും. എല്ലാം ഇന്ന് ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഈ കല്യാണം നടക്കാതിരിക്കാൻ ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പോയി കളഞ്ഞാലോ എന്ന് വരെ ആലോചിച്ചതാണ്. ഇനി അതിൻ്റെ ആവശ്യമില്ല. അപ്പോഴും സൂര്യൻ ഒന്നും മിണ്ടിയില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ ശരിയാവില്ല. എൻ്റെ കാർ അവിടെയുണ്ട്. അതിലേക്കിരുന്നാലോ? യാ, ഷുവർ. അത് പറഞ്ഞ് സൂര്യനും ആരവും കാറിലേക്ക് കയറി. ആരവ് ഡ്രൈവിംഗ് സീറ്റിലും സൂര്യൻ കോ ഡ്രൈവിംഗ് സീറ്റിലും ഇരുന്നു. ഇനി പറയ്, തനിക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്? സാറ് കരുതും പോലെ ഞാൻ കരുണൻ്റെയും ഉഷയുടെയും മകനല്ല. ഞാനൊരു ഓർഫനാണ്. എന്നെ അവർ എടുത്തു വളർത്തിയതാണ്. പക്ഷേ തുമ്പി, അല്ല ശലഭ പറഞ്ഞത് നീ അവരുടെ മകനാണെന്നാണല്ലോ. ഈ കാര്യം ആകെ അറിയുന്നത് വളരെ കുറച്ച് പേർക്ക് മാത്രമാണ്. വിശ്വനങ്കിളിൻ്റെ കൂടെ ബിസിനസ് ചെയ്ത് പിന്നീട് വിശ്വനങ്കിള് ഒറ്റയ്ക്ക് മാറിയപ്പോൾ പിന്നീട് ബിസിനസ് നോക്കി നടത്തിയിരുന്നത് എൻ്റെ അച്ഛൻ ഒറ്റയ്ക്കായിരുന്നു. അതിൻ്റെ ഇടയിലാണ് അമ്മയെ കല്യാണം കഴിച്ചത്. 4 വർഷമായിട്ടും കുട്ടികളില്ലാതിരുന്നത് കൊണ്ട് എന്നെ ദത്തെടുത്തു. അതിനുശേഷം ഒരിക്കൽ വിശ്വനങ്കിളിൻ്റെ വീട്ടിൽ പോയതായി ഞാൻ ഓർക്കുന്നുണ്ട്.
അന്ന് ശലഭ വളരെ കുഞ്ഞായിരുന്നു. പിന്നീട് ഒരുപാട് വൈകിയാണ് അവർക്ക് സ്വന്തമായൊരു കുഞ്ഞുണ്ടായത്. അതാണ് ആരതി. സാധാരണ പോലെ തന്നെ സ്വന്തമായൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ അവർക്കൊരു ഭാരമായി. പക്ഷേ എന്നെ ഉപേക്ഷിക്കാനോ ഒന്നും പറ്റാത്തത് കൊണ്ട് ഇതുവരെ വളർത്തി. അത് പറയുമ്പോൾ അവൻ്റെ മുഖത്തെ വേദനയും വാക്കുകളിലെ സങ്കടവും സൂര്യന് മനസ്സിലായി. അച്ഛനും അമ്മയും എന്നൊന്നും ഞാൻ അവരെ നേരിട്ട് വിളിക്കാറില്ല. അവർക്ക് ഞാനങ്ങനെ വിളിക്കുന്നത് ഇഷ്ടമല്ല എന്ന് എൻ്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അവരെ അങ്ങനെ ഞാൻ വിളിച്ചിട്ടില്ല. പക്ഷേ ജീവിതത്തിൽ ആകെ അച്ഛനും അമ്മയും എന്ന് വിളിച്ചത് അവരെ ആയതുകൊണ്ട് അതിനെ മാറ്റാൻ പറ്റില്ലല്ലോ. കല്യാണമൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാണ് എന്നോട് പറയുന്നത്. പെണ്ണ് കാണാൻ പോകുമ്പോൾ പോലും എന്നോട് അധികം സംസാരിക്കാൻ നിൽക്കണ്ട എന്നാണ് പറഞ്ഞിരുന്നത്. പെണ്ണ് കാണാൻ പോയപ്പോൾ തന്നെ സംസാരിക്കാൻ അവസരം കിട്ടിയാൽ ആ കുട്ടിയുടെ മനസ്സിൽ എന്താണെന്ന് ചോദിച്ചറിയണമെന്ന് കരുതി. പക്ഷേ അതും നടന്നില്ല. അവളുടെ ഫോൺ നമ്പറെങ്കിലും കിട്ടിയെങ്കിൽ ഒന്ന് വിളിച്ച് സംസാരിക്കണമെന്ന് കരുതി. പക്ഷേ അതും ഉണ്ടായില്ല. എൻ്റെ 10ാമത്തെ വയസ്സിലാണ് ആരതി ജനിക്കുന്നത്. അതുവരെ എന്നെ വലിയ കാര്യമായിരുന്ന അച്ഛനും അമ്മയ്ക്കും പക്ഷേ സ്വന്തമായൊരു കുഞ്ഞു വന്നപ്പോൾ എന്നെ വേണ്ടെന്നായി. എനിക്കതിലൊരു പരിഭവവും പരാതിയും ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ച് എന്നെ ഉപദ്രവിക്കുകയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവർ. പക്ഷേ അതിലും വലുതാണ് അവഗണന. എന്നോട് പറയുന്ന വാക്കുകൾ. ഞാൻ അവരുടെ മകനല്ല എന്നെൻ്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പഠനം മുടക്കിയില്ല. +2 വരെ പഠിപ്പിച്ചു. ബാക്കി ഞാൻ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്ത് പഠിച്ചു. പിന്നീട് നേവിയിൽ കിട്ടി ഇങ്ങോട്ട് പോന്നു. ഇതിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് വന്നതിൽ പിന്നെ അച്ഛനും അമ്മയും വിളിക്കാറൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും, ഇല്ലെങ്കിൽ അതും ഇല്ല. എങ്കിലും ഇടയ്ക്ക് ഞാൻ വരും അവരെ കാണാൻ. ആരതി വിളിക്കും ഇടയ്ക്ക്. അവൾക്ക് എന്നെ വലിയ കാര്യമാണ്. പക്ഷേ അങ്ങനെ വിളിക്കാൻ അവളെയും അമ്മ സമ്മതിക്കാറില്ല. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഈ അടുത്ത് അച്ഛൻ എന്നെ വിളിക്കുന്നത്. അന്ന് അമ്മയും സംസാരിച്ചു. എൻ്റെ വിവാഹക്കാരിയാണ് പറഞ്ഞത്. ഇങ്ങനെയൊരു കാര്യം ഉറപ്പിച്ചതായി പറഞ്ഞില്ല. ഇനിയൊരു കല്യാണം നോക്കണമെന്നാണ് പറഞ്ഞത്. അച്ഛനും അമ്മയും സ്നേഹത്തോടെ എന്നോട് സംസാരിച്ചു. അതുകൊണ്ട് ഞാൻ നോക്കാം എന്ന് പറഞ്ഞു. മാത്രമല്ല അടുത്ത് തന്നെ വരാൻ പറ്റുമെങ്കിൽ വരാനും പറഞ്ഞു. ഞാനങ്ങനെ അധികം ലീവൊന്നും എടുക്കാത്തത് കൊണ്ട് പെട്ടെന്ന് ലീവ് കിട്ടി നാട്ടിലേക്ക് വന്നു. വന്നപ്പോഴും എന്നോട് വലിയ സ്നേഹമൊക്കെ തന്നെയായിരുന്നു. പക്ഷേ പിന്നീടാണ് ഇങ്ങനെയൊരു കല്യാണം ഉറപ്പിച്ചു എന്ന് ഞാൻ അറിയുന്നത്. അതിനെ എതിർത്തപ്പോൾ ഞാൻ തീരുമാനിക്കുന്നത് പോലെ ചെയ്താൽ മതി എന്നാണ് അച്ഛൻ പറഞ്ഞത്. അന്നാണ് പെണ്ണ് കാണാൻ പോയത്. അവളുടെ വീട്ടിലും ഫോഴ്സ് ചെയ്ത് കല്യാണം നടത്തുകയാണ് എന്ന് മനസ്സിലായി. മൊത്തത്തിൽ കൂട്ടി വായിച്ചപ്പോൾ എന്തോ മിസ്റ്റേക്സ് ഉണ്ട് എന്നെനിക്ക് തോന്നി. പെണ്ണ് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ അച്ഛനോട് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. ഒന്നുമില്ല എന്നാണ് അച്ഛൻ പറഞ്ഞത്. പക്ഷേ എന്തൊക്കെയോ സംശയങ്ങൾ എനിക്ക് തോന്നി. അതിൻ്റെ ഇടയിലാണ് അച്ഛൻ്റെ ഇപ്പോഴത്തെ ബിസിനസ് പാർട്ട്ണറിനെ ഞാൻ കാണുന്നത്. ഷാജി എന്നാണ് പേര്. അച്ഛനിപ്പോൾ കൂടുതൽ സമയം ചിലവാക്കുന്നത് അയാളുടെ കൂടെ അയാളുടെ ഓഫീസിലാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ പുറമേ അയാൾക്ക് നല്ല അഭിപ്രായമാണ്. പക്ഷേ അയാൾ ആളത്ര നല്ലതല്ല. പിന്നെ ഈ ബിസിനസ്സിൻ്റെ മറവിൽ അയാൾക്ക് ഡ്രഗ് ഡീലിങ്സൊക്കെ ഉണ്ടെന്നും അറിഞ്ഞു. ഇത്രയൊക്കെയാണ് എനിക്കറിയാവുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സാറിനെ അറിയിക്കാം. അത്ര നേരവും സൂര്യൻ അവൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു. ഈ ഷാജി എന്ന് പറയുന്ന ആളുടെ ഡീറ്റെയിൽസ് കിട്ടുമെങ്കിൽ എനിക്കൊന്ന് അയക്കണം. ഷുവർ സാർ. എങ്കിൽ ഞാൻ വരട്ടെ. ഇടയ്ക്ക് ഞാൻ വിളിക്കും. തന്നെക്കൊണ്ട് എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്. അത് പറഞ്ഞ് സൂര്യൻ ഇറങ്ങി. ഇത്രയും കാര്യങ്ങളാണ് അന്ന് ആരവ് എന്നോട് പറഞ്ഞത്. അതിനുശേഷം ഞാൻ ഷാജിയെപ്പറ്റിയാണ് അന്വേഷിച്ചത്. അപ്പോഴും ഞാൻ അറിഞ്ഞു അയാൾക്ക് സ്ത്രീ വിഷയത്തിൽ കുറേ കേസുണ്ടെന്ന്, പിന്നെ ഡ്രഗ്സിൻ്റെ ഇടപാടുണ്ടെന്നും. തെളിവില്ലാത്തത് കൊണ്ട് ഒന്നും ചെയ്യാനായില്ല. പക്ഷേ നിങ്ങളുടെ നിശ്ചയത്തിൻ്റെ തലേ ദിവസം ആരവ് വീണ്ടും എന്നെ വിളിച്ചു. അതെന്തിനാ? ഷിലു ചോദിച്ചതും അവൻ അവളോട് അന്ന് അവൻ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. ഹലോ, സൂര്യൻ സാറല്ലേ? അതെ, ആരവ് പറഞ്ഞോളൂ. എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. സാർ, വിശ്വനങ്ങളും എൻ്റെ അച്ഛനും കൂടെയുള്ള പ്ലാനൊക്കെ ഞാൻ അറിഞ്ഞു. ഇരുവരും 2 പേരുടെയും ബിസിനസ് മ്യൂച്വൽ ഷെയർ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ ബിസിനസ് 2 പേരും ഒരുപോലെ ഡിവൈഡ് ചെയ്ത് പാർട്ട്നേഴ്സ് ആവും. അതുപോലെ തന്നെ വിശ്വനങ്കിളിൻ്റെ ബിസിനസ്സിൽ എൻ്റെ അച്ഛനും പാർട്ട്ണറാവും. അങ്ങനെ 2 പേരുടെ ബിസിനസ് ഒരുപോലെ ഷെയർ ചെയ്യാനാണ് പ്ലാൻ.
എൻ്റെ അച്ഛനാണ് ഇങ്ങനെ ഒരു മാരേജ് പ്രപ്പോസൽ ആദ്യം മുന്നോട്ട് വെച്ചത്. വിശ്വനങ്കിൾ അത് നല്ലതിനാണെന്ന് വിശ്വസിച്ച് അത് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ എൻ്റെ അച്ഛൻ്റെ മനസ്സിൽ അതൊന്നും അല്ലായിരുന്നു. പിന്നെ അച്ഛൻ്റെ പക തീർക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വിവാഹം ഇപ്പോൾ ആലോചിച്ചതും വിശ്വനങ്കിളായിട്ട് ഇപ്പോൾ വീണ്ടും ഒരു പാർട്ട്ണർ ആവുന്നതും. മനസ്സിലായില്ല, തെളിച്ചു പറയൂ. പണ്ട് വിശ്വനങ്കിളും എൻ്റെ അച്ഛനും ഒരുമിച്ച് ബിസിനസ് ചെയ്ത് അത് നന്നായി വിജയിച്ചതായിരുന്നു. അതിനുശേഷമാണ് വിശ്വനങ്കിൾ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് അച്ഛൻ അങ്കിളിനോട് പറഞ്ഞതാണത്രേ പാർട്ട്ണർഷിപ്പ് മാറണ്ടെന്ന്. പക്ഷേ അന്നത് കേൾക്കാതെയാണ് വിശ്വനങ്കിൾ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങി മാറിയത്. പക്ഷേ അതിനുശേഷം എൻ്റെ അച്ഛൻ്റെ ബിസിനസ് ആകെ തകർന്നു, മൊത്തത്തിൽ കടം കയറി. എന്നാൽ വിശ്വനങ്കിളിൻ്റെ ബിസിനസ് പെട്ടെന്ന് വളർന്നു. അത് അച്ഛന് ഇഷ്ടപ്പെട്ടില്ല. മാത്രമല്ല വിശ്വനങ്കിളിൻ്റെ ബിസിനസ് നന്നായതിൽ പിന്നെ അങ്കിൾ അച്ഛനോട് അധികം കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല. അത് അച്ഛനിൽ അങ്കിളിനോടുള്ള ദേഷ്യം നിറച്ചു. അച്ഛൻ്റെ ബിസിനസ് മൊത്തത്തിൽ തകർന്നു. ആ സമയത്താണ് അച്ഛൻ ഈ ഷാജി എന്ന് പറയുന്ന ആളെ കണ്ടുമുട്ടിയത്. ഞാൻ ഈ ഷാജിയെ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. ആളെ ഈ അടുത്താണ് ഞാൻ നേരിൽ കണ്ടത്. ഞാൻ കരുതിയത് അയാൾ അച്ഛനുമായി ഈ അടുത്താണ് ബിസിനസ് തുടങ്ങിയതെന്നാണ്. പക്ഷേ ഇപ്പോഴാണ് ഇയാൾക്ക് അച്ഛനുമായി കുറേ നാളത്തെ പരിചയവും പാർട്ട്ണർഷിപ്പും ഉണ്ടെന്ന് അറിയുന്നത്. ഷാജിയും കൂടെ ചേർന്നാണ് ഇപ്പോൾ ഉള്ള ഈ എക്സ്പോർട്ടിംഗ് കമ്പനി തുടങ്ങിയിട്ടുള്ളത്. എന്നാൽ അതിലൊത്തിരി കള്ളത്തരങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഷാജി എന്ന് പറയുന്ന ആൾ അത്ര നല്ലവനൊന്നുമല്ല. ഇപ്പോൾ ശലഭയായിട്ട് എൻ്റെ വിവാഹം ഉറപ്പിച്ചത് ഇതിലൂടെ വിശ്വനങ്കിളിൻ്റെ സ്വത്ത് മുഴുവൻ കൈക്കലാക്കാനും പിന്നെ ശലഭയെ മുന്നിൽ നിർത്തി വിശ്വനങ്കിളിനെ തകർക്കാനുമാണ്. ശലഭയെ എന്നോട് വിവാഹം കഴിക്കാൻ പറയുന്നത് അവളെ ഇവിടെ കൊണ്ടുവന്ന് ദ്രോഹിക്കാൻ വേണ്ടിയാണ്. എല്ലാം അച്ഛൻ്റെയും ഈ ഷാജിയുടെയും കളിയാണ്. എത്രയൊക്കെ അച്ഛനാണെന്ന് പറഞ്ഞാലും തെറ്റ് തെറ്റ് തന്നെയാണ്. അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് തെറ്റ് വന്നാലും സാറിന് വേണ്ട നടപടി സ്വീകരിക്കാം. ഇതൊക്കെ ഇപ്പോൾ നീ എങ്ങനെ അറിഞ്ഞു? അച്ഛൻ ആ ഷാജിയായിട്ട് ഫോണിൽ സംസാരിക്കുന്നത് കേട്ടതാണ്. ഇത്രയും കാര്യമൊക്കെ പറഞ്ഞു. അതറിഞ്ഞപ്പോൾ തന്നെ സാറിനോട് പറയണമെന്ന് തോന്നി. താങ്ക് യു ആരവ്. പിന്നെ നാളത്തെ നിശ്ചയം അത് നടക്കാതെ ഞാൻ നോക്കിക്കോളാം, അതെൻ്റെ ഉറപ്പാണ്. ഇത്രയും കാര്യങ്ങൾ അവൻ എന്നോട് പറഞ്ഞു. അല്ല, സൂര്യേട്ടൻ എങ്ങനെയാണ് നിശ്ചയം നടക്കില്ല എന്ന് ഇത്ര ഉറപ്പോടെ പറഞ്ഞത്? ആരവ് ആദ്യം തന്നെ കരുണനെയും ഷാജിയെയും പറ്റി പറഞ്ഞപ്പോൾ തന്നെ അവരെ പറ്റിയും അവരുടെ ബിസിനസ്സിനെ പറ്റിയും ഒക്കെ ഞാൻ അന്വേഷിച്ചു. പുറമേ യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ അതിൻ്റെ മറവിൽ നല്ല രീതിയിൽ തന്നെ ഡ്രഗ്സ് ഡീലിങ്സ് നടക്കുന്നുണ്ട്. രഹസ്യമായി ഞാൻ അന്വേഷിച്ചപ്പോൾ അതെനിക്കറിയാൻ സാധിച്ചു. പക്ഷേ തെളിവുണ്ടായില്ല. എന്നാലും അയാളെ കസ്റ്റഡിയിലെടുക്കാമായിരുന്നു. അയാളെ കസ്റ്റഡിയിലെടുത്താൽ പിന്നെ നിശ്ചയം മുടങ്ങുമല്ലോ. ഓ അങ്ങനെ. അല്ല, അച്ഛൻ്റെ ബിസിനസ് വളർന്നു എന്ന് കരുതി മാത്രം അയാൾക്ക് ഇത്ര പകയെന്തിനാ? അത് മാത്രമല്ല തുമ്പി, ഇനിയും ഉണ്ട് കാരണങ്ങൾ. അതെന്താണ്? ഇനി ഞാനായിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളല്ല, അമ്മാവൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് പ്രധാനം. അച്ഛൻ പറഞ്ഞതും അയാളെ പറ്റിയായിരുന്നോ? അതെ, അയാളെപ്പറ്റി നിൻ്റെ അച്ഛൻ വളരെ വൈകി അറിഞ്ഞ സത്യങ്ങളാണ് ഇനിയുള്ളത്. അയാളെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കങ്ങൾ ചെയ്ത സമയത്താണ് അമ്മാവൻ ആക്സിഡൻറ്റ് സംഭവിച്ചത്. അതിനുശേഷമാണ് ഇതൊക്കെ അറിഞ്ഞത്. അവൻ അന്ന് വിശ്വനാഥൻ അവനോട് പറഞ്ഞ കാര്യങ്ങൾ അവളോട് പറഞ്ഞു. അവൻ്റെ ഓർമ്മകൾ അന്നത്തെ ദിവസത്തിലേക്ക് പോയി. വാതിൽ ചാരി സൂര്യൻ വന്ന് വിശ്വനാഥൻ്റെ അടുത്തുള്ള കസേരയിലിരുന്നു. മോൻ എന്നോട് ദേഷ്യമുണ്ടോ? എന്തിനാണമ്മാവ? ഇത്ര നാളായിട്ടും നിങ്ങളെ കണ്ടിട്ടും കാണാത്തതുപോലെ നടിച്ചു. സ്വന്തം അച്ഛനും അമ്മയും മരിച്ചിട്ടും അവരെ അവസാനമായി ഒന്ന് കാണാൻ പോലും ഞാൻ നിൻ്റെ അമ്മയെ അനുവദിച്ചില്ല. ഇതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ അമ്മാവ, അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതല്ല മോനെ, ഞാൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത്. മനുഷ്യനല്ലേ, തെറ്റ് ചെയ്യാത്തവർ ആരും തന്നെയില്ല. അതുപോലെ ക്ഷമിക്കാൻ കഴിയാത്ത തെറ്റുകളൊന്നുമില്ല. എനിക്ക് കുറച്ച് എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും അയാൾക്ക് ചുമ വന്നു. സൂര്യൻ എഴുന്നേറ്റ് അയാൾക്ക് വെള്ളം എടുത്തു കൊടുത്തു. സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ടമ്മാവ, പിന്നീട് സംസാരിക്കാം. സാരമില്ല മോനെ, ഇതൊക്കെ ഇപ്പോൾ തന്നെ പറയണം, ഇല്ലെങ്കിൽ മനസ്സിലൊരു വിഷമം പോലെയാണ്. ലച്ചു ചെയ്തത് തെറ്റാണ്. പക്ഷേ ഞാൻ അവളോട് ചെയ്തത് അതിലും വലിയ ക്രൂരതയായിപ്പോയി.
അല്ലേ? അങ്ങനെയൊന്നും അല്ല അമ്മാവാ. അത് പറഞ്ഞിട്ടും അയാളൊന്നും മിണ്ടിയില്ല. ഇത് പറയാനാണോ അമ്മാവൻ എന്നെ വിളിച്ചത്? അല്ല മോനെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു പോലീസുകാരനോടെന്ന രീതിയിൽ മോൻ എടുക്കണം. എന്നിട്ട് വേണ്ട ശിക്ഷ കൊടുക്കണം. അത് കേട്ടതും അവൻ അയാളെ സംശയത്തോടെ നോക്കി. മറ്റാരെയും കുറിച്ചല്ല, കരുണനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ഏതു കരുണൻ? മനസ്സിലായി എങ്കിലും അവൻ അറിയാത്ത രീതിയിൽ ചോദിച്ചു. എൻ്റെ പഴയ ബിസിനസ് പാർട്ട്ണറാണ്. ഇപ്പോൾ വീണ്ടും ഒരുമിച്ച് ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അതുവഴിയാണ് ഷിലുവായിട്ട് അവൻ്റെ മകൻ്റെ കല്യാണവും ഉറപ്പിച്ചത്. സൂര്യൻ ഒരു കഥ കേൾക്കുന്ന ലാഘവത്തോടെ അയാളെ കേട്ടിരുന്നു. പണ്ടുള്ളതുപോലെയുള്ള അടുപ്പം തന്നെ അവന് ഇപ്പോഴും എന്നോടുണ്ട് എന്ന വിശ്വാസത്തിലാണ് ഞാൻ വിവാഹത്തിന് അവളുടെ സമ്മതം പോലും ഇല്ലാതെ വാക്ക് കൊടുത്തത്. ആരവ് അത്രയും നല്ല പയ്യനാണ്. അവൻ കാരണം എൻ്റെ മകൾക്ക് യാതൊരു കുറവും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിച്ചു. എൻ്റെ മകൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ബന്ധമാണിത് എന്ന് തോന്നി. കരുണൻ്റെ പെരുമാറ്റവും അങ്ങനെയായിരുന്നു. സ്നേഹത്തോടെ തന്നെയാണ് അവൻ ഇതുവരെ പെരുമാറിയത്. പക്ഷേ ആ സ്നേഹം സത്യമാണെന്ന് വിശ്വസിച്ച എന്നെ തന്നെ അവൻ ചതിച്ചു. അവൻ്റെ വാക്കുകൾ വിശ്വസിച്ച എന്നെ അവൻ കൂടെ നിന്ന് ചതിച്ചു. അത്രയും പറഞ്ഞപ്പോഴേക്കും അയാൾ കിതച്ചു. സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്ട്രെയിൻ എടുക്കണ്ട, ഞാൻ പിന്നീട് വരാം. വേണ്ട മോനെ, ഇതിപ്പോൾ തന്നെ പറയണം. അവൻ രക്ഷപ്പെടരുത്. അത് പറഞ്ഞ് അയാൾ വീണ്ടും സംസാരം തുടർന്നു. നിശ്ചയത്തിൻ്റെ തലേ ദിവസം അവനെ കാണാൻ വേണ്ടി അവൻ്റെ ഗസ്റ്റ് ഹൗസിൽ പോയതാണ് ഞാൻ. വെറുതെ പോയതാണ്. പക്ഷേ അങ്ങനെ പോയതുകൊണ്ട് മാത്രം എൻ്റെ കുട്ടിയുടെ ജീവിതം രക്ഷപ്പെട്ടു. ദൈവമായിട്ടാണ് അന്ന് എനിക്കങ്ങനെ പോകാൻ തോന്നിച്ചത്. അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ വിശ്വനാഥൻ പറഞ്ഞു തുടങ്ങി. ഗസ്റ്റ് ഹൗസിൻ്റെ അകത്തേക്ക് കയറി അവൻ്റെ റൂമിൻ്റെ മുന്നിലെത്തിയതും കേൾക്കുന്നത് കരുണൻ്റെ സംസാരമാണ്. അവനെ തകർക്കാൻ കിട്ടിയ ഏറ്റവും നല്ല അവസരമാണ് ഈ കല്യാണം. നിനക്കവനോട് ഇത്ര പകയുണ്ടായിരുന്നോ കരുണ? അത് കേട്ടപ്പോൾ കൂടെ ഷാജി ഉണ്ടെന്ന് മനസ്സിലായി. ഒരു നിമിഷം അവരുടെ സംസാരം ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. അങ്ങോട്ട് അവനും ഷാജിയും അല്ലാതെ വേറെ ആരും പോകാറില്ല. അതിൻ്റെ ധൈര്യത്തിലാവും വാതിൽ തുറന്നിട്ട് സംസാരം. പോരാത്തതിന് കുടിച്ച് അല്പം ഫിറ്റുമായിരുന്നു. കരുണൻ സംസാരം തുടർന്നു. പകയുണ്ടോ എന്നോ? അവനോട് എനിക്ക് അത് മാത്രമാണുള്ളത്. പന്ന നായ, കളരിക്കൽ വിശ്വനാഥൻ. ടു അത് കേട്ടപ്പോൾ സംസാരം എന്നെക്കുറിച്ചാണെന്ന് മനസ്സിലായി. അവൻ്റെ ആ വെളിപ്പെടുത്തലിൽ ഞാൻ ശരിക്കും ഞെട്ടി. കരുണൻ വീണ്ടും പറഞ്ഞു തുടങ്ങി. നിനക്കറിയോടാ ഷാജി, ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയ ബിസിനസ് നല്ല വളർച്ചയെത്തിയ സമയത്താണ് ആ പന്ന മോൻ ഒറ്റയ്ക്ക് ബിസിനസ് ഉണ്ടാക്കാൻ പോയത്. അതിലവൻ ജയിച്ചു. തകർന്നു പോയത് ഞാനാണ്. നീ കൂടെ വന്നില്ല എങ്കിൽ ഇന്ന് ഞാൻ വല്ല തെരുവിലും ഇറങ്ങി തെണ്ടേണ്ടി വന്നേനെ. അവനോട് ഞാൻ അന്ന് കാല് പിടിച്ചെന്നോണം പറഞ്ഞതാണ് പോവല്ലേന്ന്. കേട്ടില്ല അവൻ. അപ്പോൾ ഒറ്റയ്ക്കുണ്ടാക്കണം പോലും. എൻ്റെ ബിസിനസ് തകർന്ന് അവൻ്റെ ജയിച്ച അന്ന് മുതൽ എനിക്ക് അവനോട് പക മാത്രമേ ഉള്ളൂ. ഇന്ന് കരുണൻ ഈ നിലയിൽ എത്തി നിൽക്കുന്നത് നീ കാരണമാണ്. ആ നന്ദി എനിക്ക് എപ്പോഴും നിന്നോടുണ്ടാവും. പക്ഷേ എനിക്കവനെ തകർക്കണം. അതിനുള്ള ഏറ്റവും നല്ല വഴിയാണ് അവൻ്റെ മകളെ ആ അനാഥച്ചക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക എന്നത്. അത് കേട്ടതും എൻ്റെ ഉള്ളിൽ സംശയം നിറഞ്ഞു. അനാഥച്ചക്കനോ? അതാരാണ്? അവൻ്റെ വിചാരം ആരവ് എൻ്റെ മോനാണെന്നാണ്. അവനെ ഞങ്ങൾ ദത്തെടുത്തതാണെന്ന് എൻ്റെ വീട്ടുകാർക്ക് പോലും അറിയില്ല. വിശ്വനാഥൻ്റെ ഉള്ളിൽ ഒരു തീക്കനൽ കൊണ്ടിട്ടതുപോലെ ഒന്ന് കിടുങ്ങി. ചതി. തുടരും. അപ്പോൾ സ്റ്റോറി കേട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ പുതിയൊരു പാർട്ടായിട്ട് വരുന്നത് വരെ ഓക്കെ, ബൈ.